രാഹുൽ സാർ നമസ്കാരം. നമസ്കാരം. വഖഫ് ഭേദഗതി ബില്ല് നിയമമായതോടുകൂടി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം കടുക്കുകയാണ്. പ്രത്യേകിച്ചും സംസ്ഥയുടെ ഭാഗത്തു നിന്നൊക്കെ സുപ്രീം കോടതിയിൽ അടക്കം പോകാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ പ്രതിപക്ഷം എന്നൊരു സംശയം ഉടലെടുക്കുന്നുണ്ട്. എന്താണ് സാർ ഇതിലുള്ള അഭിപ്രായം? ഇതിൽ രണ്ട് വശങ്ങളും ഉണ്ട്. ആ രണ്ടും നമ്മൾ ബാലൻസ്ഡ് ആയി പഠിക്കണം. ഉദാഹരണം, വഖഫിന്റെ സെക്ഷൻ 40 എന്നുള്ളത് അത് വളരെയധികം ദുരുപയോഗപ്പെടാൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വകുപ്പാണ്. അതായത് ടു എക്സ്പാൻസീവ് ആണ്. അതിനെ ഒന്ന് മാറ്റണമെന്നോ റീസ്ട്രക്ചർ ചെയ്യണമെന്നോ പുനർനിർവചിക്കണമെന്നോ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അതായത് സെക്ഷൻ 40 പലപ്പോഴും ദുരുപയോഗത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഉദാഹരണം, തിരുച്ചെന്തുറൈ വില്ലേജ് തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ നമ്മളിത് കണ്ടതാണ്. അതുകൊണ്ട് ചില സെക്ഷൻസ് അങ്ങനെ തന്നെയാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. എന്നാൽ അതുകൊണ്ട് അത് അതിന്റെ ഒരു പോരായ്മയാണ്. എന്നാൽ ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ വരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുവോ? ക്രിസ്ത്യൻ സഭയുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ ഒരു ഹിന്ദുവോ മുസ്ലിമോ വരുന്ന അവർക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ വേറൊരാൾ വരണമെന്ന് പറയുന്നത്? അപ്പൊ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിന്റെ അർത്ഥവുമില്ല. ക്രിസ്ത്യൻ സഭകൾ തന്നെ, CBCI തന്നെ, കത്തോലിക്ക സഭ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കൾ വരണ്ട എന്നതുപോലെ വഖഫിൽ അമുസ്ലിങ്ങൾ വരണ്ട എന്ന നിലപാട് ഇന്നലെ മിനിഞ്ഞാന്നുമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുകയല്ല, വഖഫിന് ചില നിയമങ്ങളിൽ കുറച്ച് ന്യൂനതകളുണ്ട്, അത് പരിഹരിക്കുകയായിരിക്കണം ലക്ഷ്യം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മുസ്ലിം സമൂഹത്തിന് ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കാൻ തീർച്ചയായും അവർക്ക് അവകാശമുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലോട്ട് പോട്ടെ, സുപ്രീം കോടതി ഫൈനലി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന നിലപാട്. പ്രതിപക്ഷം പക്ഷേ ഇവിടെ ഇത് ആന്റി മുസ്ലിം വിരുദ്ധമാണ് ഈ ഭേദഗതി എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ ഒരു മെറിറ്റിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള സംസാരവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് നോൺ മുസ്ലിം അംഗങ്ങൾ ഈ ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ശരി യഥാർത്ഥത്തിൽ ഇവർക്ക് എതിരഭിപ്രായങ്ങൾ ഉന്നയിക്കാമെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെയും പ്രശ്നം അവിടെയാണ്. അവർ ഇത് ബാലൻസ്ഡ് ആയി കാണുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് കടുത്ത ഭാഷ പറയുന്നതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്തിലെ ആൾക്കാർക്ക് താല്പര്യം. വഖഫ് ബില്ലിൽ ചില കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ മാറ്റിക്കൂടാത്തതുണ്ട് എന്ന ബാലൻസ്ഡ് നിലപാട് പറയാൻ ഇവിടെ ആൾക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കത്തോലിക്ക സഭ എന്നാൽ അങ്ങനെ ബാലൻസ്ഡ് നിലപാടാണ് എടുത്തത്. അവരുടെ നിലപാടിനെ എത്ര സ്വാഗതം ചെയ്താലും മതിയാകില്ല. വഖഫിനെ ബഹുമാനിക്കുമ്പോഴും വഖഫ് മുസ്ലിം സമൂഹത്തിന്റെ സ്വകാര്യ കാര്യമാണെന്ന് അംഗീകരിക്കുമ്പോഴും ചില കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അവർ ചെയ്യുന്നത്. ആ രീതിയിലുള്ള നിലപാട് തന്നെയാണ് വേണ്ടത്. ഇപ്പൊ കിരൺ റിജിജു അടക്കം പറയുന്നത് ഇത് മുസ്ലിം ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള ആചാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നോൺ മുസ്ലിം അംഗങ്ങളെ രണ്ടുപേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കൂടുതലും മെജോറിറ്റി ആളുകളും മുസ്ലിങ്ങൾ തന്നെയാണ്. അതിന്റെ പ്രശ്നം എന്താ അറിയോ? നാളെ നമ്മളോട് അങ്ങനെ പറയുകയാണ്, ദേവസ്വത്തിന്റെ പൂജാപരമായ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ, ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം കൂടി ഇരിക്കട്ടെ, ഭരണപരമായ കാര്യങ്ങളല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നവർക്ക് പോലും അറിയാം ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ പോയാൽ സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. വെറുതെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിന് അർത്ഥമില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. അതിന് അർത്ഥമില്ല. ആ മുസ്ലിങ്ങളെ കൊണ്ടൊന്നും എന്ത് കേടാൻ. എന്നാൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തു, നല്ല കാര്യമാണ്. അവിടെയാണ് ഇതിന് കുറെ മെച്ചങ്ങളുണ്ട്, എന്നാൽ കുറെ ന്യൂനതകളുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തു, അത് നല്ലതാണ്. ആ രീതിയിൽ വേണ്ടേ കാണാൻ. ഇപ്പൊ ഉദാഹരണം, എനിക്ക് RSSനെ വലിയ ബഹുമാനമാണ്, സംഘത്തെ ആദരവാണ്. പക്ഷെ RSSന്റെ ഓർഗനൈസർ 2 ദിവസം മുമ്പ് കത്തോലിക്ക സഭയ്ക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത്, ഗവൺമെന്റ് കഴിഞ്ഞാലെന്നും 17 കോടി ഏക്കർ ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ലേഖനം വന്നു. അത് ക്രിസ്ത്യാനികൾക്ക് ചൊറിയില്ല. പിന്നെ അത് പിൻവലിച്ചു. അത് ക്രിസ്ത്യാനികൾക്ക് ചൊറിയില്ലേ? ഇപ്പൊ നാളെ ഒരു മുസ്ലിം മാഗസീനിലോ ക്രിസ്ത്യൻ മാഗസീനിലോ നമ്മുടെ അമ്പലങ്ങൾക്ക് ഇത്രയൊക്കെ സ്വത്തുണ്ട്, അത് ദുസൂചനയോടുകൂടി പണ്ട് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് സവർണ്ണ ഹിന്ദുക്കൾ പിടിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നാൽ നമുക്ക് ദേഷ്യം വരില്ലേ? ഇത് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് നേടിയെന്നൊക്കെ പറഞ്ഞത്. എനിക്കതിൽ സന്തോഷം. ഒരു കാര്യം കൂടെ, രാജീവ് ചന്ദ്രശേഖർജി അത് തെറ്റാണെന്ന് പറയുകയും അത് പിൻവലിച്ചതിനെ നല്ലതാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സത്യസന്ധമായി നമ്മൾ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. കാര്യം ആത്യന്തികമായി നമുക്ക് ഹിന്ദുക്കൾക്ക് മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ. പക്ഷെ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തർക്കങ്ങളിൽ നിലനിൽക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, അതിലെ ഹിന്ദുക്കളുണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പൊ മുനമ്പത്തിലടക്കം അത് വലിയൊരു ക്രിസ്ത്യാനികളുടെ ഒരു വിഷയമായിട്ടാണ് നമ്മൾ അതിലെ കാണുന്നത്. അപ്പൊ അത് അത്തരം ബോർഡുകളിൽ നോൺ മുസ്ലിം മെമ്പേഴ്സിന്, അതും 2 പേരെ മാത്രമാണ്. അപ്പൊ ആ ഒരു ആംഗിളിൽ നമുക്ക് അതിനെ കണ്ടൂടെ? ഇപ്പൊ അത് മാത്രമല്ല, നമ്മളെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ മതേതരത്വത്തിനും അതോടൊപ്പം തന്നെ ഇൻക്ലൂസീവ്നെസ്സിനൊക്കെ വലിയ രീതിയിൽ വാദിക്കുന്ന ആളുകളാണ്. അവിടെയാണ് മതേതരത്വം എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളമാണ്. മതസൗഹാർദ്ദമാണ് വേണ്ടത്. ഓർക്കുക, സെക്കുലറിസം എന്ന് പറയുന്നത് ഒരു കള്ളത്തരമാണ്. മഹാത്മാഗാന്ധി സെക്കുലർ ആയിരുന്നില്ല.
മഹാത്മാഗാന്ധി മതേതരവാദി ആയിരുന്നില്ല, മഹാത്മാഗാന്ധി ബഹുസ്വരവാദിയായിരുന്നു. ഒരുപക്ഷെ താങ്കളെ ശ്രദ്ധിക്കണം, താങ്കളെ പോലുള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള നല്ല മീഡിയക്കാര് നമ്മുടെ കൊടി പോലും മഹാത്മാഗാന്ധി ഡിസൈൻ ചെയ്തത് കാവി ഹിന്ദുക്കൾക്കും വെള്ള ക്രിസ്ത്യാനികൾക്കും പച്ച മുസ്ലിങ്ങൾക്കും എന്നാണ്. ഇത് മഹാത്മാഗാന്ധി ഏപ്രിൽ 13, 1921 എഴുതി വെച്ചിരിക്കുന്ന നിലപാടാണ് ഞാൻ പറയുന്നത്. അപ്പോ എല്ലാവർക്കും സ്പേസ് കൊടുക്കണം, ബാലൻസ് ഉണ്ടാകണം. ഈ സന്തുലനവും സമവായവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം. പക്ഷെ സാർ, ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിലിപ്പം കിരൺ റിജ്ജു തന്നെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ മെജോറിറ്റി അംഗങ്ങളും ക്രെഡിബിലിറ്റിയുള്ള മിനിസ്റ്ററാണ്, വലിയ വിശ്വാസ്യതയുള്ളവരാണ്, മെജോറിറ്റി അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കും. പക്ഷെ അതിൽ രണ്ടുപേരെ മാത്രം നോൺ മുസ്ലിം ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻക്ലൂസീവ്നെസ്സിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അതിന് ശരിക്കും അതിലൊരു ബേജാറാവേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. ആത്യന്തികമായി എന്താ അറിയാമോ, നമുക്ക് എല്ലാം ഉള്ള പ്രശ്നം, ഞാനടക്കം എല്ലാവർക്കും ഉള്ള പ്രശ്നം, നമ്മൾ നമ്മുടെ നിലപാടുകൾ ഒളിച്ചു കിടത്താൻ നോക്കും. ഈ ഒളിച്ചു കിടത്തണ്ട, നമുക്ക് നേരിട്ട് സംസാരിച്ചൂടെ? ആ നേരിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ നാട്ടില് ഇസ്ലാമോഫോബിയ വളർന്നു വരുന്നത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ശബരിമലയെ നമ്മൾ കണ്ടത് ഹിന്ദു ഫോബിയയാണ്. അതേപോലെ ഇസ്ലാമോഫോബിയയും ക്രിസ്ത്യൻ ഫോബിയയും ഒക്കെ തെറ്റാണ്. ഹിന്ദു ഫോബിയയും തെറ്റാണ്, ക്രിസ്ത്യൻ ഫോബിയയും തെറ്റാണ്, ഇസ്ലാമോഫോബിയയും തെറ്റാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ മനസ്സിലൊരു വലിയ അരക്ഷിത ബോധമില്ലേ, അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാറുണ്ട്. കണ്ടു. ഇപ്പൊ ഉദാഹരണം നമ്മുടെ കേരളത്തിലെ എക്സാമ്പിൾ വെച്ച് പറയാം. സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ ആത്മാർത്ഥ സുഹൃത്തും മുസ്ലിമായ വാവരാണ്. അത് വാവരല്ല വാവൂരിനാണെന്ന് കള്ളം പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലില്ലേ? എല്ലാവർക്കും കള്ളമാണെന്ന് അറിഞ്ഞൂടെ? ഇത് കള്ളമാണെന്ന് അറിഞ്ഞിട്ട് പോലും പറയുന്നവരില്ലേ? ഇപ്പൊ മുസ്ലിം സമൂഹത്തിന് ഒരു അരികുവൽക്കരിക്കപ്പെടുന്നു എന്നൊരു പേടിയുണ്ട്. ഇപ്പൊ മുനമ്പത്ത് എന്താ, താങ്കളടക്കം ശരിയായി പറഞ്ഞ പോലെ നമ്മൾ മുനമ്പത്താണെങ്കിൽ ഈ തത്വമൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് വീടിന് പ്രോപ്പർ കാശ് കിട്ടില്ല, നമ്മുടെ വീടിന് വേണ്ട രീതിയിൽ വാല്യൂ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വേദനയും വിഷമവും തോന്നും. അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും, നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. ഞാൻ വ്യക്തിപരമായി പറയാനുള്ള ഒരു കാരണം, ശബരിമല പ്രക്ഷോഭ കാലത്ത് നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പച്ച പതാക പിടിച്ച് ശബരിമല പ്രക്ഷോഭത്തിന് സപ്പോർട്ടായിട്ട് പോലും വന്നിട്ടുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ സഭകളും PC ജോർജ് സാറും നമ്മുടെ ഷോണും ഒക്കെ അതിശക്തമായിട്ട് നമ്മളെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ബാലൻസിൽ കാര്യങ്ങൾ പോകണം. മുസ്ലിം സമൂഹത്തിന് ആശങ്കയുണ്ടെങ്കിൽ അത് മാറണം. ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ശ്രീ കപിൽ സിബിൽ അടക്കം പോകുന്നുണ്ട്, മുസ്ലിം ലീഗ് പോകുന്നുണ്ട്, സമസ്ത പോകുന്നുണ്ട്. അപ്പൊ സുപ്രീം കോടതി ഒരു ആത്യന്തികമായ തീരുമാനം എടുക്കട്ടെ. പക്ഷെ ഇതിന്റെ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുകൾ ആരും ഒളിച്ചു കിടത്തരുത്. അതായത് ഇന്ത്യ മുസ്ലിങ്ങൾക്ക് സേഫ് അല്ല, ഇന്ത്യയിൽ ആ കൂടെ മുസ്ലിം വേട്ടയാണ് എന്നൊന്നും പറയരുത്. അതോടൊപ്പം തീവ്ര ഹിന്ദുത്വവാദവും ഒളിച്ചു കിടത്തരുത്. മോദിജിയുടെ ലൈൻ എടുത്തൂടെ നമുക്ക് എല്ലാവർക്കും? മോദിജി പറയുന്നത് അതെ, ഇതിലെ ഈ ഒരു ഭേദഗതിയിൽ ഒരു ധ്രുവീകരണ പൊളിറ്റിക്സ് ഉണ്ട് BJPന്റെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ദ്രുതഗതിയിൽ ഇത് കൊണ്ടുവന്നതെന്നാണ് അത് പ്രസന്റ് ചെയ്യുന്നത് പോലെയല്ലേ. ഇപ്പം കിരൺ റിജ്ജു സാറിന്റെ പ്രസംഗം വായിച്ചാൽ വളരെ സ്റ്റേറ്റ്സ്മാൻലി ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ താഴെക്കിടയിൽ കിടക്കുന്ന നമ്മുടെ വലതുപക്ഷത്ത് നിൽക്കുന്ന പല സഹോദരങ്ങളും ഫേസ്ബുക്കിൽ എഴുതുന്നതും വഖഫിന്റെ ബില്ല് കത്തിക്കുന്നതായി കാണിക്കുന്നതൊക്കെ അവർക്ക് പ്രകോപനമാവില്ലേ? നമ്മുടെ ദേവസ്വത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ആരെങ്കിലും ചവിട്ടുകുട്ടയിലേക്ക് ഇട്ടു അല്ലെങ്കിൽ തീ കത്തിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകോപനമാവില്ലേ? ഈ പ്രകോപനങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പൊക്കൂടെ? നമ്മുടെ നാടിന്റെ പ്രശ്നം ഒരു ദിവസം രാവിലെ എണീറ്റാൽ മറുഭാഗത്ത് നിൽക്കുന്നതിനെ എങ്ങനെ പ്രകോപിപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ പ്രധാന അജണ്ട. അതായത് രാവിലെ ഫേസ്ബുക്കിൽ എണീക്കുമ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റ് ആണെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളെ എങ്ങനെ ചൊറിയാം, തീവ്ര ഹിന്ദുത്വവാദികളാണെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ എങ്ങനെ ചൊറിയാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിനപ്പുറം ഒരു സമവായവും സമന്വയവും ഉണ്ടാകണം. അതാണ് മോദിജി പറയുന്നത്, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്. ഇത് മോദിജിയെ കുറിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ അറിയണം. അജ്മേർ പള്ളിക്ക്, മുസ്ലിം പള്ളിക്ക് ദർഗയിലേക്ക് പട്ട് കൊടുത്തയക്കുന്ന ചെറിയ പ്രായത്തിൽ അബ്ബാസ് എന്ന് പറയുന്ന തന്റെ മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിൽ നീതിന് ആഹാരങ്ങൾ തന്റെ വീട്ടിലുണ്ടെന്ന് പറയുന്ന സംഘത്തിന്റെ കാര്യം തന്നെ എടുക്കാം. സംഘത്തിനൊരു മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും ഉണ്ട്. എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനല്ലേ. ഇതിനെ നിങ്ങൾക്ക് മഹാത്മാഗാന്ധി, മൗലാന ആസാദ് ബാലൻസ് എന്ന് പറയാം. ഇതിനെ നിങ്ങൾക്ക് നമ്മുടെ മുസ്ലിം രാഷ്ട്രീയ മഞ്ച്, ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച്, അത് RSSന്റെ പ്രസ്ഥാനങ്ങളാണ്, അവരുടെ ബാലൻസ് എന്ന് പറയാൻ എന്ത് വിളിച്ചാലും ഈ അയ്യപ്പൻ വാവർ വിളിച്ചാന്ന് പറയാം. ഈ ഹിന്ദു മുസ്ലിം ഐക്യം വേണം. നമ്മുടെ ഇടയിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് തർക്കിച്ച് തീർക്കാം. പക്ഷെ പരസ്പര വിരോധത്തിന്റെ പാതയിലേക്ക് അത് പോകാതിരിക്കണം. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് 1995 പിന്നീട് ഭേദഗതി വന്ന 2013 ഇത് കൂടുതലും കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് ഭേദഗതി ചെയ്തു കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് തന്നെ പ്രധാന വോട്ട് ബാങ്കുകളിലൊന്നും മുസ്ലിം സമൂഹമാണ്. 123 പ്രോപ്പർട്ടികളാണ് ഡൽഹിയില് ഇലക്ഷന്റെ തലേ ദിവസം രാത്രിയില് വഖഫ്
ബോർഡിന് ഇത് സത്യമാണ്. ഇതിനെ കള്ള അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാര്യം മറ്റേ രേഖ ഉള്ള സാധനമല്ലേ, അത് അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അവിടെയാണ് ഇത്തരം കാര്യങ്ങളെ ഒളിച്ചു കടത്തുകയല്ല വേണ്ടത്. ഇനി മുസ്ലിം സമൂഹത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ പരസ്യമായി അത് പരിഹരിക്കണം. എല്ലാരോടും പറഞ്ഞ് എല്ലാരെയും വിശ്വാസത്തിലെടുത്ത് പരിഹരിക്കണം. നാളെ ക്രിസ്ത്യാനികൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിശ്വാസത്തിലെടുത്ത് പരിഹരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാം, അപ്പൊ നാളെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ നായന്മാർക്കോ ഇടവർക്കോ ഹിന്ദുക്കളുടെ ഏതെങ്കിലും വിഭാഗത്തിന് ഇലക്ഷന്റെ തലേ ദിവസം ഒരു 30 പ്രോപ്പർട്ടി അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്നിരിക്കട്ടെ. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കാം, കണ്ട ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ തലേ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് വേറെ കാര്യത്തിന് വേണ്ടി ഒരു ഡീലാണെന്ന് വിചാരിക്കില്ലേ? അപ്പം അതൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളാണ്. അഥവാ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം മുമ്പ് ചെയ്യായിരുന്നു, എല്ലാവരെയും അറിയിച്ച് ചെയ്യായിരുന്നു. ഇലക്ഷന്റെ നോട്ടിഫിക്കേഷന്റെ തലേ ദിവസം അർദ്ധരാത്രിയാണോ ചെയ്യുന്നത്? അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാം സാർ, ഇതില് ഇപ്പം കൊണ്ടുവന്ന ഈ ഭേദഗതിയിൽ ഏതൊക്കെ ഭാഗങ്ങളെയാണ് അങ്ങ് പൂർണ്ണമായ രീതിയിൽ പിന്തുണയ്ക്കുന്നത്? അതായത് സെക്ഷൻ 40 ആണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. സെക്ഷൻ 40 സ്റ്റാൻഡ് അലോൺ ആയിട്ട് വായിച്ചാൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഭൂമിയുടെയും പ്രോപ്പർട്ടി രേഖകൾ വഖഫ് ബോർഡിനെ വിളിച്ചു വരുത്താമെന്നും ആ വഖഫായിട്ട് പ്രഖ്യാപിക്കാമെന്നുള്ള രേഖ അത് അപകടകരമാണ്, അതിനാവശ്യമില്ല. തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു ജില്ലയുണ്ട്, വില്ലേജ് ഉണ്ട്, ഗ്രാമമുണ്ട്. 1500 വർഷം പഴക്കമുള്ള ഒരു അമ്പലം അടക്കം എല്ലാം വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് അവർ അനൗൺസ് ചെയ്തു. അപ്പൊ അതൊരു പ്രശ്നമല്ലേ? നമ്മുടെ മുനമ്പം തന്നെ എടുക്കൂ. മുനമ്പം സാക്ഷാൽ ഫറൂഖ് കോളേജ് പറയുന്നത്, മാധ്യമങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഫറൂഖ് കോളേജ് പറയുന്നത് ഞങ്ങൾ ഈ പ്രോപ്പർട്ടി വിറ്റു, ആ കാശ് കൊണ്ട് വേറെ സ്ഥലത്ത് പ്രോപ്പർട്ടി മേടിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെങ്ങനെയാ വഖഫ് ഭൂമിയാവുന്നത്? പക്ഷെ മുസ്ലിങ്ങളുടെ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് കുത്താൻ സ്ഥലം കൊടുത്താൽ ഒരു തൂമ്പ ഏറ്റുപോകുന്നതാണ് മുസ്ലിങ്ങളുടെ പേടി. അപ്പൊ നമ്മളെല്ലാം ഒരേ കുടുംബത്തിലെ സഹോദരങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടെങ്കിൽ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ പറഞ്ഞു തീർക്കുന്ന പോലെ ഈ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം. അതുകൊണ്ടാണ് മുനമ്പത്തെ ജനതയോടൊപ്പമുള്ള കേരളത്തിലെ എല്ലാവരും എന്ത് സൊല്യൂഷൻ വേണമെന്നും ഫോർമുല വേണമെന്നും തർക്കം കാണും. പക്ഷേ മുനമ്പത്തെ ജനതയോടൊപ്പമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം എന്ന് തിരിച്ചറിവ് വേണം.